പ്രിയ കൂട്ടുകാർക്ക് കല്ല് പെൻസിലിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു ക്ലാസ് എടുത്തു തുടങ്ങുകയാണ്. പ്ലസ് ടുവിൻ്റെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ഫിസിക്സിൻ്റെ ഒരു ചാപ്റ്ററാണ് നമ്മൾ എടുത്തു തുടങ്ങുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സായിട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇലക്ട്രിക് ചാർജ് എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രിക് ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഇനി നമുക്കതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ രണ്ടാമത്തെ ടോപ്പിക്കാണ് മെത്തേഡ്സ് ഓഫ് ചാർജിങ്. ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഏതൊക്കെ മെത്തേഡിൽ കൂടി ചാർജ് ചെയ്യാം, അതിനെയാണ് മെത്തേഡ്സ് ഓഫ് ചാർജിങ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഒബ്ജക്റ്റിനെ ചാർജ് ചെയ്യുന്ന ഡിഫറൻറ്റ് മെത്തേഡ്സ്, അതിൽ നമ്മൾ 3 മെത്തേഡുകളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് മെത്തേഡാണ് ഫ്രിക്ഷണൽ മെത്തേഡ്. മെത്തേഡ് ഓഫ് ചാർജിങ്ങിന്റെ ഫസ്റ്റ് മെത്തേഡാണ് ഫ്രിക്ഷണൽ മെത്തേഡ്. ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി, ഇതിനെക്കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ പേനയോ അല്ലെങ്കിൽ ചീപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും വസ്തുക്കൾ, തുണിയിലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വസ്തുവിൽ നമ്മൾ നല്ലതുപോലെ റബ്ബ് ചെയ്യുകയാണെങ്കിൽ, ഉരസുകയാണെങ്കിൽ, ആ ഉരസിയ ഒബ്ജക്റ്റ്, ഇപ്പൊ ആ പേനയായാലും ആ പെൻസിലായാലും, അതിനെ നമ്മൾ ചെറിയ പേപ്പർ കഷ്ണത്തിന്റെ അടുക്കലോട്ട് വെക്കാമെങ്കിൽ ആ പേപ്പർ കഷ്ണം ഈ പേനയെ അട്രാക്ട് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ ആ പേപ്പറിനെ ഈ പേന അട്രാക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അവിടെ നമ്മൾ ചെയ്തത് ഈ പറയുന്ന ഫ്രിക്ഷണൽ മെത്തേഡാണ് നമ്മൾ ചെയ്തത്. എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിനെ മറ്റൊരു ഒബ്ജക്റ്റുമായിട്ട് റബ്ബ് ചെയ്യുക. അപ്പൊ ആ റബ്ബിങ്ങിന്റെ ഫലമായിട്ട് ആ ബോഡിയിൽ ചാർജ് ഡെവലപ്പ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. അതെങ്ങനെ ആ ബോഡിയിൽ, ആ ഒബ്ജക്റ്റിൽ എങ്ങനെയാണ് ഈ ചാർജ് ഡെവലപ്പ് ചെയ്യുന്നത്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ ഏതൊരു മെറ്റീരിയൽ എടുക്കുമ്പോഴും, ഏതു തരത്തിലുള്ള ഒരു മെറ്റീരിയൽ നമ്മൾ എടുത്താലും, ഈ പറയുന്ന മെറ്റീരിയൽ എല്ലാം തന്നെ ഇലക്ട്രോൺസ് ഉണ്ട്, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ ചില മെറ്റീരിയലിന്റെ ന്യൂക്ലിയസ് ഇലക്ട്രോൺസിനെ വളരെ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യും. അട്രാക്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഷെല്ലിൻ്റെ എണ്ണം കുറവായതുകൊണ്ട്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക്, അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ആറ്റം എടുക്കുമ്പോൾ അതിന് ഒരു ഷെല്ലേ ഉള്ളതെങ്കിൽ ആ ഷെല്ലിലെ ഇലക്ട്രോണിനെ ന്യൂക്ലിയസ് വളരെ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ ഷെൽസിന്റെ എണ്ണം കൂടുന്ന അനുസരിച്ചുകൊണ്ട് ഈ അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ആറ്റങ്ങളുണ്ട്. ചിലത് ന്യൂക്ലിയസ് വളരെ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുന്നതായിരിക്കും. ചില ആറ്റങ്ങൾ ന്യൂക്ലിയസ് ഇലക്ട്രോണുകളെ വളരെ വീക്കായിട്ട് അട്രാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ 2 ഒബ്ജക്റ്റുകളെ റബ്ബ് ചെയ്യുമ്പോൾ ഒരാള് സ്ട്രോങ്ലി ബൗണ്ട് ന്യൂക്ലിയസ് ഉള്ളതും മറ്റൊരാള് വീക്ക്ലി ബൗണ്ട് ന്യൂക്ലിയസ് ഉള്ളതായിരിക്കും. അപ്പം ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ മറ്റൊരു ഒബ്ജക്റ്റുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ഈ വീക്ക്ലി ബൗണ്ട് ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോൺസ് സ്ട്രോങ്ലി ബൗണ്ട് ന്യൂക്ലിയസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ മറ്റൊരു ഒബ്ജക്റ്റുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ അത് 2 വ്യത്യസ്ത രീതിയിലുള്ള ആറ്റങ്ങളായിരിക്കും. അപ്പൊ അവരുടെ ന്യൂക്ലിയസുകളുടെ അട്രാക്റ്റീവ് പവർ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. ചില ന്യൂക്ലിയസ് ഇലക്ട്രോൺസിനെ വളരെ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യും, ചില ന്യൂക്ലിയസുകൾ ഇലക്ട്രോൺസിനെ വീക്കായിട്ട് അട്രാക്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ ഈ വീക്ക്ലി ബൗണ്ട് ആയിട്ടുള്ള ന്യൂക്ലിയസിൽ നിന്ന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആറ്റങ്ങളിൽ നിന്ന് ഇലക്ട്രോണുകൾ സ്ട്രോങ്ലി ബൗണ്ട് ന്യൂക്ലിയസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒരാൾക്ക് ഇലക്ട്രോണിനെ കിട്ടുന്നു, ഒരാൾ ഇലക്ട്രോണിനെ നേടിയെടുത്താൽ അയാൾക്ക് ഒരു നെഗറ്റീവ് ചാർജും, ആരാണോ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നത് അയാൾക്ക് ഒരു പോസിറ്റീവ് ചാർജും അവിടെ കിട്ടും, അല്ലെ? അപ്പം ഒരു ബോഡിക്ക് പോസിറ്റീവ് ചാർജ് കിട്ടി, മറ്റേ ബോഡിക്ക് അവിടെ എന്ത് ചാർജ് കിട്ടി? നെഗറ്റീവ് ചാർജ് കിട്ടി. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഗ്ലാസ് റോഡിനെ സിൽക്ക് ക്ലോത്തുമായിട്ട് റബ്ബ് ചെയ്യുന്നു. അപ്പൊ ഗ്ലാസ് റോഡിനെ സിൽക്ക് ക്ലോത്തുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസിന് പോസിറ്റീവ് ചാർജും സിൽക്കിന് നെഗറ്റീവ് ചാർജും കിട്ടും. ആ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് കിട്ടാൻ കാരണം സിൽക്ക് ക്ലോത്തിന്റെ ന്യൂക്ലിയെ വളരെ സ്ട്രോങ്ലി ബൗണ്ട് ആണ്.
അപ്പം ഗ്ലാസിൽ നിന്നുള്ള ഇലക്ട്രോൺസിനെ സിൽക്ക് അല്ലെങ്കിൽ ആ സിൽക്ക് ക്ലോത്തിന്റെ ആറ്റങ്ങൾ അട്രാക്ട് ചെയ്യും. അതിന്റെ ഫലമായിട്ട് ഗ്ലാസിൽ നിന്ന് ഇലക്ട്രോൺസ് സിൽക്ക് ക്ലോത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിന്റെ ഫലമായിട്ട് ഗ്ലാസിന് പോസിറ്റീവ് ചാർജും കിട്ടും, സിൽക്ക് ക്ലോത്തിന് നെഗറ്റീവ് ചാർജും കിട്ടും. അപ്പൊ അങ്ങനെ എന്താണ്, ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ മറ്റൊരു ഒബ്ജക്റ്റുമായിട്ട് റബ്ബ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ചാർജ് ഡെവലപ്പ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ മെത്തേഡ് എന്നും അതിന്റെ ഫലമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയെ നമുക്ക് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്നും പറയാം. ഇപ്പൊ എന്താണ് ഫ്രിക്ഷണൽ മെത്തേഡ് എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ പറയാം, when an object is rubbed with another object, the electrons will be transferred from strong loosely bound nuclei to the strongly bound nuclei. Then one who lost electrons will get a positive charge and one who gain electron will get a നെഗറ്റീവ് ചാർജ്. അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് ഗ്ലാസ് റോഡിനെ സിൽക്ക് ക്ലോത്തുമായിട്ട് റബ്ബ് ചെയ്യുന്ന കേസ്. അങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ മറ്റൊരു ഒബ്ജക്റ്റുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ആർക്കാണോ പോസിറ്റീവ് ചാർജ് കിട്ടുന്നത് അയാള് ഇലക്ട്രോൺസിനെ അടുത്ത ഒബ്ജക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ നെഗറ്റീവ് ചാർജ് കിട്ടുന്ന മെറ്റീരിയൽ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു, അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ കൂടി ഇലക്ട്രിസിറ്റി ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇതിനെ ആ മെത്തേഡിനെ നമുക്ക് ഫ്രിക്ഷണൽ മെത്തേഡ് എന്ന് പറയാം. ഒരു ഒബ്ജക്റ്റിനെ ചാർജ് ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ പറഞ്ഞത് ഫ്രിക്ഷണൽ മെത്തേഡ്. ഈ ഫ്രിക്ഷണൽ മെത്തേഡിന്റെ ബേസിൽ വെച്ചുകൊണ്ട് നമുക്ക് പറയാവുന്ന ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഈ ഹൈലി ഇൻഫ്ലമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് മീൻസ് പെട്രോള്, ഡീസൽ ഇതൊക്കെ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറീസ്. ഈ ടാങ്കർ ലോറീസിൽ നമ്മൾ മെറ്റാലിക് ചെയിനുകൾ തൂക്കിയിടാറുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ മെറ്റാലിക് ചെയിനുകൾ നമ്മൾ തൂക്കിയിടുന്നത്? അപ്പൊ അവിടെ ആ മെറ്റാലിക് ചെയിനുകൾ നമ്മൾ തൂക്കിയിടുന്നത് ഈ പറയുന്ന ഫ്യൂവൽ ഈ ടാങ്കർ ലോറിയിൽ പാസ് ചെയ്യുന്ന സമയത്ത് ഫ്യൂവൽ ആ ടാങ്കറിനകത്ത് റബ്ബിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ അത് ആ സർഫസിലേക്ക് എന്ത് ചെയ്യുന്നു, കോണ്ടാക്ട് വന്ന് റബ്ബിങ്ങിന് വിധേയമാകും. അങ്ങനെ റബ്ബിങ്ങിന് വിധേയമാകുമ്പോൾ അതിനകത്ത് എന്ത് ഡെവലപ്പ് ചെയ്യും, ചാർജ് ഡെവലപ്പ് ചെയ്യും. ഡെവലപ്പ് ചെയ്യുന്ന ചാർജ് ഒരു കാരണവശാലും അതിനകത്ത് നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ സ്പാർക്കിംഗ് ഉണ്ടാവും. സ്പാർക്കിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ അത് എക്സ്പ്ലോഡ് ചെയ്യും. അപ്പൊ ഉണ്ടാകുന്ന ചാർജിനെ വളരെ പെട്ടെന്ന് തന്നെ എർത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ മെറ്റാലിക് ചെയിനുകൾ തൂക്കിയിടുന്നത്. അപ്പൊ അത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഹൈലി ഇൻഫ്ലമബിൾ മെറ്റീരിയൽസ് കൊണ്ടുപോകുന്ന ടാങ്കർ ലോറീസിൽ മെറ്റാലിക് ചെയിനുകൾ നമ്മൾ തൂക്കിയിടുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്തിനു വേണ്ടിയാണ്. അതായത് ഫ്രിക്ഷണൽ മെത്തേഡിൽ കൂടി ആ പറയുന്ന ടാങ്കറിനകത്ത് ചാർജ് ഡെവലപ്പ് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുന്ന ചാർജിനെ എർത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ ആ മെറ്റാലിക് ചെയിനുകൾ അവിടെ ഹാങ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇലക്ട്രിസിറ്റി ഡെവലപ്പ് ചെയ്ത് ഏത് മെത്തേഡിൽ കൂടിയാണ്? ഫ്രിക്ഷണൽ മെത്തേഡിൽ കൂടിയാണ്. ഇതേപോലെ തന്നെ നമുക്ക് സിമിലർ ആയിട്ട് ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്. ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റുമായിട്ട് റബ്ബ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പൊ ക്ലൗഡ്സ് തമ്മിൽ കൂട്ടിയിടിക്കുന്നു. ആ കൂട്ടിയിടിക്കുമ്പോഴും ചാർജിങ് എന്ന് പറയുമ്പോൾ ചാർജിന്റെ ഡിസ്ചാർജിങ് ആണ് നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ അതുപോലെ നമ്മൾ ഈ എയർക്രാഫ്റ്റ്സിന്റെ എയ്റോപ്ലെയിൻ ഇതിന്റെയുള്ള എയർക്രാഫ്റ്റ്സിന്റെ ഒക്കെ ടയേഴ്സ് സ്ലൈറ്റ്ലി കണ്ടക്ടിങ് ആയിട്ടുള്ള റബ്ബർ ടയേഴ്സ് ഉപയോഗിക്കുന്നത്. സാധാരണ റബ്ബർ എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റർ ആണ്. എന്നാൽ നമ്മൾ ഇതിന്റെ ഈ എയർക്രാഫ്റ്റ്സിന്റെ ഒക്കെ ടയേഴ്സ് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി കണ്ടക്ടിങ് ആയിട്ടുള്ള റബ്ബർ ടയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്? അവിടെയും ഈ ഫ്രിക്ഷണൽ മെത്തേഡിൽ കൂടി ചാർജ് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് ഒരു പ്ലെയിൻ അത് ലാൻഡ് ചെയ്യുന്ന സമയത്തായാലും ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തായാലും ശക്തമായ സ്പാർക്കിംഗ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന അല്ലെങ്കിൽ അത് എയറിൽ കൂടി ട്രാവൽ ചെയ്യുന്നു. ട്രാവൽ ചെയ്യുമ്പോൾ എയർ ശക്തമായിട്ട് ആ ബോഡി ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ എയറിന്റെ ഒപ്പോസിംഗ് പവർ മൂലവും അവിടെ എന്താണ് ഈ പറയുന്ന ഫ്രിക്ഷണൽ മെത്തേഡിൽ കൂടി ചാർജ് ഡെവലപ്പ് ചെയ്യും. ഡെവലപ്പ് ചെയ്യുന്ന ചാർജ് ഒരിക്കലും ആ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യരുത്. അത് വളരെ പെട്ടെന്ന് തന്നെ എർത്തിലേക്ക് അല്ലെങ്കിൽ എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിന് നമ്മൾ സ്ലൈറ്റ്ലി കണ്ടക്ടിങ് ആയിട്ടുള്ള റബ്ബർ ടയേഴ്സ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന കേസുകളിലൊക്കെ നമുക്ക് അവിടെ ചാർജ് ഡെവലപ്പ് ചെയ്യുന്നത് ഫ്രിക്ഷണൽ മെത്തേഡിൽ കൂടിയാണ്. ഇങ്ങനെ ഉള്ള ഫ്രിക്ഷണൽ മെത്തേഡിൽ കൂടി ചാർജ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഒബ്ജക്റ്റിനെ ഇപ്പൊ നമ്മളൊരു ഗ്ലാസ് റോഡിനെ സിൽക്ക് ക്ലോത്തുമായിട്ട് റബ്ബ് ചെയ്യുന്നു. റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസിന് പോസിറ്റീവ് ചാർജും സിൽക്ക് ക്ലോത്തിന് നെഗറ്റീവ് ചാർജും ലഭിച്ചു. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഈസ് ദെയർ എനി ചേഞ്ച് ഇൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ആൻഡ് മാസ് ഓഫ് ദ ബോഡീസ്?
അതായത് ഒരു ഒബ്ജക്റ്റിനെ മറ്റൊരു ഒബ്ജക്റ്റുമായിട്ട് റബ്ബ് ചെയ്ത് ഫ്രിക്ഷണൽ മെത്തേഡിൽ കൂടി അതിന് ചാർജ് ലഭിച്ചപ്പോൾ ആ വസ്തുക്കളുടെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിലോ അല്ലെങ്കിൽ ആ വസ്തുക്കളുടെ മാസിനോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ? അതായത് നമ്മളിപ്പം പറഞ്ഞു ഗ്ലാസ് റോഡിനെ സിൽക്ക് ക്ലോത്തുമായിട്ട് റബ്ബ് ചെയ്യുന്നു, ഗ്ലാസിന് പോസിറ്റീവ് ചാർജ് കിട്ടി, സിൽക്ക് ക്ലോത്തിന് നെഗറ്റീവ് ചാർജ് കിട്ടി. അപ്പം ഇവരുടെ ഈ ഗ്ലാസ് റോഡിന്റെയോ സിൽക്ക് ക്ലോത്തിന്റെയോ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് അളവിലോ അല്ലെങ്കിൽ ആ രണ്ട് വസ്തുക്കളുടെ മാസിലോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡില് യാതൊരു വ്യത്യാസവും ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ പഠിച്ചു, ഫസ്റ്റ് കേസിൽ നമ്മൾ പഠിച്ചാണ് ചാർജിന്റെ പ്രോപ്പർട്ടീസിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ഇലക്ട്രിക് ചാർജ് ക്വാണ്ടൈസ്ഡ് ആൻഡ് കൺസർവ്ഡ് ആണ്, അല്ലെ? എന്ന് വെച്ചാൽ ഇപ്പം ഗ്ലാസിന് പോസിറ്റീവ് ചാർജ്, ഇപ്പൊ ഉദാഹരണത്തിന് ഗ്ലാസിന് ഒരു 10 പോസിറ്റീവ് ചാർജ് കിട്ടിയെന്ന് വിചാരിക്കുക. ആ സമയത്ത് സിൽക്ക് ക്ലോത്തിന് എന്തായിരിക്കും കിട്ടിയത്? 10 നെഗറ്റീവ് ചാർജ് ആയിരിക്കും. കാരണം ഗ്ലാസിൽ നിന്ന് 10 ഇലക്ട്രോൺസ് സിൽക്ക് ക്ലോത്തിലേക്ക് പോയപ്പോഴാണ് ഗ്ലാസിന് 10 പോസിറ്റീവ് ചാർജും സിൽക്ക് ക്ലോത്തിന് 10 നെഗറ്റീവ് ചാർജും കിട്ടിയത്. അപ്പോൾ അവരുടെ മാഗ്നിറ്റ്യൂഡ്, ഒരാൾക്ക് പോസിറ്റീവ് ഒരാൾക്ക് നെഗറ്റീവ്, അപ്പൊ പൊളാരിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഒരാൾ പോസിറ്റീവ് ആണ്, മറ്റേ നെഗറ്റീവ് ആണ്. എന്നാൽ അവരുടെ മാഗ്നിറ്റ്യൂഡിന് യാതൊരു വിധത്തിലുള്ള ചേഞ്ചും അവിടെ ഉണ്ടായിട്ടില്ല, അല്ലെ? ഒരാൾക്ക് 10 പോസിറ്റീവ് ആണെങ്കിൽ മറ്റേയാൾക്ക് 10 നെഗറ്റീവ് ചാർജ് ആണ് കിട്ടിയത്. അപ്പൊ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിന് യാതൊരു വ്യത്യാസവും അവിടെ വരുത്തില്ല. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞു, അവരുടെ മാസിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ? മാസിന് ചേഞ്ച് ഉണ്ടാകും. എങ്ങനെ ചേഞ്ച് ഉണ്ടാകും? ആരാണോ നെഗറ്റീവ് ചാർജ് കിട്ടിയത് അയാളുടെ മാസ് അവിടെ ഇൻക്രീസ് ചെയ്യും. ആർക്കാണോ പോസിറ്റീവ് ചാർജ് കിട്ടിയത് അയാളുടെ മാസ് അവിടെ ഡിക്രീസ് ചെയ്യും. അതെങ്ങനെ ഡിക്രീസ് ചെയ്യുന്നു? അപ്പം ഒരാൾക്ക് നെഗറ്റീവ് ചാർജ് കിട്ടുന്നു. എങ്ങനെയാ നെഗറ്റീവ് ചാർജ് കിട്ടിയത്? മറ്റേയാളിൽ നിന്ന് ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കിട്ടിയപ്പോഴാണ് അയാൾക്ക് നെഗറ്റീവ് ചാർജ് കിട്ടിയത്. ഇലക്ട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിൾ, അത് നിശ്ചിതമായ മാസ് ഉള്ള ഒരു പാർട്ടിക്കിൾ ആണല്ലോ ഇലക്ട്രോൺ എന്ന് പറയുന്നത്, അല്ലെ? ഒരു ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ അതിന് മാസ് ഉണ്ട്. 9.31 × 10⁻³ കിലോഗ്രാം മാസ് ഓരോ ഇലക്ട്രോണിനും ഉണ്ട്. അപ്പൊ അതേലത്തെ എത്ര ഇലക്ട്രോണുകൾ പോകുന്നോ, അപ്പൊ ആർക്ക് ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടു അയാളുടെ അത്രയും മാസ് അവിടെ കുറഞ്ഞു. ആര് ഇലക്ട്രോണിനെ നേടി അത്രയും മാസ് അയാൾക്ക് കൂടി. അപ്പം മാസിന്റെ അളവിന് മാറ്റം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസിന്റെ അളവിന് മാറ്റം ഉണ്ടാകും. എങ്ങനെയാ മാറ്റം ഉണ്ടാകുന്നത്? ആരാണോ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയത് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ആർക്കാണോ കിട്ടിയത് അയാളുടെ മാസ് അവിടെ ഡിക്രീസ് ചെയ്യുകയും ആർക്കാണോ നെഗറ്റീവ് ചാർജ് കിട്ടിയത് അയാളുടെ മാസ് അവിടെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പം ഈ ഒരു മെത്തേഡിൽ കൂടി ഇലക്ട്രിസിറ്റി ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് ആണ് കണ്ടക്ഷൻ മെത്തേഡ്. എന്ന് വെച്ചാൽ ചാർജിനെ കടത്തിവിടുക. അതായത് ഒരു ബോഡിയെ, നമുക്ക് ഏതെങ്കിലും ഒരു ബോഡിയെ ചാർജ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? മറ്റൊരു ചാർജ്ഡ് ബോഡിയുമായിട്ട് കോണ്ടാക്റ്റിൽ കൊണ്ടുവരിക, കൂട്ടിമുട്ടിക്കുക, അല്ലെ? അപ്പൊ ആദ്യത്തെ മെത്തേഡിൽ നമ്മൾ എന്താണ്? റബ്ബ് ചെയ്തു, ചാർജ് ചെയ്തു. രണ്ടാമത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഒബ്ജക്റ്റിനെ മറ്റൊരു ഒബ്ജക്റ്റുമായിട്ട് കൂട്ടിമുട്ടിക്കുന്നു. അപ്പം എന്താണ്? അതായത് ചാർജ് ഇല്ലാത്ത ഒരു ബോഡിയുടെ സമീപത്തേക്ക് ചാർജ് ഉള്ള ഒരു ബോഡിയെ കോണ്ടാക്റ്റിൽ കൊണ്ടുവരിക. നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന ഒരു മെത്തേഡുകൾ ഉണ്ടല്ലോ, അവിടെ നമ്മൾ ചെയ്യുന്നത് ചാർജ് ഇല്ലാത്ത ഒരു ബോഡിയെ ചാർജ് ഉള്ള ഒരു ബോഡിയുമായിട്ട് കോണ്ടാക്റ്റിൽ കൊണ്ടുവരുന്നു. അപ്പം അങ്ങനെ കോണ്ടാക്റ്റിൽ കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് അവർക്ക് ചാർജ് കിട്ടുന്നത്? അതായത് ഈ എ എന്ന് പറയുന്നത് ഒരു ബോഡിയാണ്. ഇതിനെ നമുക്ക് പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യണം. ഇതിനെ പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയെ ഈ ബോഡിയുമായിട്ട് കോണ്ടാക്റ്റിൽ കൊണ്ടുവരിക. അപ്പം ഈ എ എന്ന് പറയുന്ന ബോഡിയെ പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ അതിനെ ആദ്യം നമ്മൾ ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ പ്ലേസ് ചെയ്തു. പ്ലേസ് ചെയ്തതിന് ശേഷം മറ്റൊരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ബോഡിയെ അതുമായിട്ട് കോണ്ടാക്റ്റിൽ കൊണ്ടുവരിക, കൂട്ടിമുട്ടിക്കുക. അങ്ങനെ കൂട്ടിമുട്ടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇയാളിൽ പോസിറ്റീവ് ചാർജ് ആണ് എന്ന് വെച്ചാൽ അയാളിൽ ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ കുറവാണ്. അപ്പം എന്ത് സംഭവിക്കും? ഈ ബോഡിയിൽ നിന്ന് ഇലക്ട്രോൺസ്
ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. എന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന നമ്മുടെ അൺചാർജ്ഡ് ബോഡിയിൽ നിന്ന് ഇലക്ട്രോൺസ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓരോ ഇലക്ട്രോൺസ് എയിലേക്ക് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അനുസരിച്ചുകൊണ്ട് ഈ എ എന്ന് പറയുന്ന ബോഡിക്ക് എന്ത് ചാർജ് കിട്ടിക്കൊണ്ടിരിക്കും? പോസിറ്റീവ് ചാർജ് കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമുക്ക് ആ ബോഡിയെ ഫുള്ളി എന്തായിട്ട് മാറ്റാം? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറ്റാം. ഓക്കെ, അപ്പം കണ്ടക്ഷൻ മെത്തേഡിൽ കൂടി നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എ എന്ന് പറയുന്ന ഈ ബോഡിയെ എനിക്ക് പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ എ എന്ന് പറയുന്ന അൺചാർജ്ഡ് ബോഡിയെ ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ പ്ലേസ് ചെയ്യണം. കാരണം ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെക്കണം. എന്തിനാണ്? നമ്മൾ ഇതിനകത്തോട്ട് ചാർജ് കൊടുക്കുന്ന ചാർജ്, ഇതൊരു കണ്ടക്ടിങ് സ്റ്റാൻഡ് ആണെങ്കിൽ കൊടുക്കുന്ന ചാർജ് എന്തിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും? എർത്തിലേക്ക് ഇനി പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ആ ബോഡിയെ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അതിനാൽ നമ്മൾ ആ ബോഡിയെ ആദ്യം എന്ത് ചെയ്യണം? ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്തിട്ട് ഒരു പോസിറ്റീവായിട്ടാണ് ചാർജ് ചെയ്യേണ്ടതെങ്കിൽ ഒരു പോസിറ്റീവ് ചാർജ് ബോഡിയെ തന്നെ ഈ ബോഡിയുമായിട്ട് കോണ്ടാക്റ്റിൽ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ബി എന്ന് പറയുന്ന ബോഡിയിൽ ഇലക്ട്രോൺസിന്റെ എണ്ണത്തിൽ കുറവാണ്. അപ്പൊ അവിടെ ഇലക്ട്രോണുകൾ കുറവാണ്. അപ്പൊ എയിൽ നിന്ന് ഇലക്ട്രോൺസ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ബിയിലേക്ക് ഓരോ ഇലക്ട്രോൺസ് എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന അനുസരിച്ചുകൊണ്ട് എയ്ക്ക് എന്ത് ചാർജ് കിട്ടിക്കൊണ്ടേയിരിക്കും? പോസിറ്റീവ് ചാർജ് കിട്ടിക്കൊണ്ടേ. കാരണം ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുകയാണ്. ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്ന ഒരാൾക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ അയാൾക്ക് എന്ത് ചാർജ് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. കാരണം ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ആ ബോഡിയെ നമുക്ക് ഫുള്ളി എന്ത് ചെയ്യാൻ പറ്റും? പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യാം. ഇതിനെ നമുക്ക് ചാർജിങ് പോസിറ്റീവ്ലി ബൈ കണ്ടക്ഷൻ എന്ന് പറയാം. കണ്ടക്ഷൻ മെത്തേഡിൽ കൂടി ഒരു ബോഡിയെ നമ്മൾ പോസിറ്റീവായിട്ട് എന്ത് ചെയ്യുന്നു? ചാർജ് ചെയ്യുന്നു. ഇതേ സെയിം കേസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെഗറ്റീവായിട്ടും ചാർജ് ചെയ്യാം. എങ്ങനെ നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യുന്നത്? എ എന്ന് പറയുന്ന ഈ ബോഡിയെ എനിക്ക് നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യണം. അപ്പൊ നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യാൻ ഞാൻ എന്തോ ചെയ്യണം? ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയെ എയുമായിട്ട് കോണ്ടാക്റ്റിൽ കൊണ്ടുവരിക. അങ്ങനെ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയെ എയുമായിട്ട് കോണ്ടാക്റ്റിൽ കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? ഇയാളിൽ ഇപ്പോൾ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുതലാണ്, ഇതിൽ കുറവുമാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ബിയിൽ നിന്ന് ഇലക്ട്രോൺസ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? എയിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ അങ്ങനെ ബിയിൽ നിന്ന് ഓരോ ഇലക്ട്രോൺസ് എയ്ക്ക് കിട്ടുകയും ആ എ എന്ന് പറയുന്ന ബോഡിയെ നമുക്ക് ഫുള്ളി എന്താക്കാൻ പറ്റും? നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്കാൻ പറ്റും. അപ്പം കണ്ടക്ഷൻ മെത്തേഡിൽ കൂടി ഒരു ബോഡിയെ നമുക്ക് പോസിറ്റീവായിട്ടും ചാർജ് ചെയ്യാം, നെഗറ്റീവായിട്ടും ചാർജ് ചെയ്യാം. എങ്ങനെ? കണ്ടക്ഷൻ മെത്തേഡിൽ കൂടി ഒരു ബോഡിയെ പോസിറ്റീവായി ചാർജ് ചെയ്യണമെങ്കിൽ മറ്റൊരു പോസിറ്റീവ് ചാർജ്ഡ് ബോഡിയെ ആ ബോഡിയുമായിട്ട്, ഏത് ബോഡിയുമായിട്ട്? അൺചാർജ്ഡ് ബോഡിയുമായിട്ട് കോണ്ടാക്റ്റിൽ കൊണ്ടുവരിക. അങ്ങനെ കോണ്ടാക്റ്റിൽ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ അൺചാർജ്ഡ് ബോഡിയിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവാണ്. അപ്പൊ അൺചാർജ്ഡ് ബോഡിയിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുതലും ചാർജ്ഡ് ബോഡിയിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവുമാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ബിയിൽ നിന്ന്, അതായത് ഇലക്ട്രോൺസിന്റെ എണ്ണം ഇവിടെ കുറവാണ്, ഇവിടെ കൂടുതലാണ്. അപ്പൊ ഇതിൽ നിന്ന് എയിൽ നിന്ന് ഇലക്ട്രോൺസ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഓരോ ഇലക്ട്രോൺസ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അനുസരിച്ചുകൊണ്ട് എയ്ക്ക് പോസിറ്റീവ് ചാർജ് കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആ ബോഡിയെ ഫുള്ളി നമുക്ക് പോസിറ്റീവ്ലി ചാർജ്ഡ് ആക്കാം. അതേപോലെ തന്നെ നമുക്ക് നെഗറ്റീവായിട്ടും ചാർജ് ചെയ്യാം. എങ്ങനെ? ഈ പറയുന്ന ബോഡിയെ, എ എന്ന് പറയുന്ന ബോഡിയെ നെഗറ്റീവായിട്ട് നമ്മൾ ചാർജ് ചെയ്യണമെങ്കിൽ മറ്റൊരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയെ ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ കൊണ്ടുവരിക. അങ്ങനെ കോണ്ടാക്റ്റിൽ കൊണ്ടുവരുമ്പോൾ എന്താണ്? എയിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവാണ്, ബി നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, ഇലക്ട്രോൺസ് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ബിയിൽ നിന്ന് ഇലക്ട്രോൺസ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിന്റെ ഫലമായിട്ട് എയ്ക്ക് എന്ത് ചാർജ് കിട്ടും? നെഗറ്റീവ് ചാർജ് ചെയ്യും. അപ്പൊ നമുക്ക് എന്താണ്? ഒരു ഒബ്ജക്റ്റിനെ ചാർജ് ചെയ്യാവുന്ന രണ്ട് മെത്തേഡുകളാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ മെത്തേഡ് നമ്മൾ ഫ്രിക്ഷണൽ മെത്തേഡ് എന്നും രണ്ടാമത്തെ മെത്തേഡാണ് കണ്ടക്ഷൻ മെത്തേഡ്. ഇനി നമുക്ക് ഒരു മെത്തേഡിൽ കൂടി നമുക്ക് ഈ ബോഡിയെ എന്ത് ചെയ്യാൻ പറ്റും? ചാർജ് ചെയ്യാം. എങ്ങനെ?
ഇൻഡക്ഷൻ മെത്തേഡ്. അപ്പം ഫസ്റ്റ് മെത്തേഡ് ഫ്രിക്ഷണൽ മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ് കണ്ടക്ഷൻ മെത്തേഡ്, തേർഡ് മെത്തേഡാണ് ഇൻഡക്ഷൻ മെത്തേഡ്. അപ്പൊ ഇൻഡക്ഷൻ മെത്തേഡിൽ കൂടിയും നമുക്കൊരു ബോഡിയെ എന്ത് ചെയ്യാൻ പറ്റും? ചാർജ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇൻഡക്ഷൻ മെത്തേഡ് എന്താണ്? ഇൻഡക്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു ബോഡിയെ പോസിറ്റീവായിട്ട് ഇൻഡക്ഷൻ മെത്തേഡിൽ കൂടി ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിയാട്ടെ, ഈ എ എന്ന് പറയുന്ന ബോഡിയെ ഇൻഡക്ഷൻ മെത്തേഡിൽ കൂടി പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യണം. അത് ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ എ എന്ന് പറയുന്ന ബോഡിയുടെ സമീപത്തേക്ക് നെഗറ്റീവ് ചാർജ് ഉള്ള ബി എന്ന് പറയുന്ന ഒരു ബോഡിയെ കൊണ്ടുവരിക. ഒരിക്കലും കൂട്ടിമുട്ടിക്കേണ്ട, എന്ത് ചെയ്താൽ മതി? കൊണ്ടുവന്നാൽ മതി. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ? എന്ന് വെച്ചാൽ എന്താണ്? എ എന്ന് പറയുന്ന ബോഡിയെ എനിക്ക് എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ട് ഇൻഡക്ഷൻ മെത്തേഡിൽ കൂടിയാണ് ചാർജ് ചെയ്യേണ്ടത്. അങ്ങനെ ഇൻഡക്ഷൻ മെത്തേഡിൽ കൂടി ചാർജ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയായ ബിയെ എയ്ക്ക് സമീപത്തേക്ക് കൊണ്ടുവരിക. ഒരിക്കലും കൂട്ടിമുട്ടിക്കേണ്ട. കൂട്ടിമുട്ടിച്ചാൽ അത് കണ്ടക്ഷൻ മെത്തേഡാണ്. അതിന് സമീപത്തേക്ക് കൊണ്ടുവരുന്നു. ഇങ്ങനെ നമ്മൾ സമീപത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ബോഡിയിൽ എന്തുണ്ട്? നെഗറ്റീവ് ചാർജസ് ഉണ്ട് അല്ലെ? ഏതൊരു ബോഡി എടുത്താലും നമുക്ക് അതിനകത്ത് ചാർജുകളുണ്ട്. അവർക്കൊരു ഓറിയന്റേഷൻ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമ്മളിവിടെ ഒരു നെഗറ്റീവ് ചാർജ് ബോഡിയെ ഇതിന് സമീപത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ബോഡിയിലെ നെഗറ്റീവ് ചാർജസ് ഇവിടെ നിന്ന് റിപ്പൽ ചെയ്യും. എന്ന് വെച്ചാൽ ഈ ഒരു എൻഡിലെ, എന്ന് വെച്ചാൽ ഈ ബോഡിയുടെ സമീപത്തിരിക്കുന്ന എൻഡിലെ, നിയറർ എൻഡ് ഓഫ് ബി, ബിയുടെ എന്താണ് അടുത്തിരിക്കുന്ന എയുടെ എൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് റിപ്പൽ ചെയ്യും. റിപ്പൽ ചെയ്ത് ഫാർദർ എൻഡ് അല്ലെങ്കിൽ അതിന്റെ അടുത്ത എൻഡിലേക്ക് മൂവ് ചെയ്യും. ഇപ്പൊ ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്തു. മൂവ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചാർജ് കിട്ടും? പോസിറ്റീവ് ചാർജും ഈ ഫാർദർ എൻഡിൽ നെഗറ്റീവ് ചാർജ് കിട്ടും. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് അതേ ബോഡിയെ ആ ഫാർദർ എൻഡ് നമ്മൾ എർത്ത് ചെയ്യുന്നു. ഫാർദർ എൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? എർത്ത് ചെയ്യുന്നു. എർത്ത് ചെയ്യുന്നു പറയുമ്പോൾ എന്താണ്? നമ്മൾ അതിനെ എർത്തുമായിട്ട് കോണ്ടാക്റ്റിൽ കൊണ്ടുവരുന്നു. അപ്പൊ എർത്ത് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എർത്ത് എന്ന് പറയുന്നത്, നമ്മുടെ എർത്തിന്റെ പ്രത്യേകത എന്താണ്? ഇസ് ആൻ ഇലക്ട്രോൺ ബാങ്ക് ആണ്. എന്ന് വെച്ചാൽ ആവശ്യത്തിന് ഇലക്ട്രോണുകളെ സ്വീകരിക്കാനും സാധിക്കും, നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രോണിനെ വിട്ടുതരാനും സാധിക്കും. അതുകൊണ്ട് നമ്മൾ എർത്തിനെ വിളിക്കും എർത്ത് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ ബാങ്ക് ആണെന്ന് പറയും. അപ്പൊ നമ്മൾ ഈ ഫാർദർ എൻഡ് എർത്ത് ചെയ്യുമ്പോൾ ഈ ഫാർദർ എൻഡിൽ ഇപ്പോൾ എക്സസ് ആയിട്ട് ഇലക്ട്രോൺസ് നിൽക്കുകയാണ്. ആ എക്സസ് ഇലക്ട്രോൺസ് എർത്തിലേക്ക് അങ്ങ് ട്രാൻസ്ഫർ ചെയ്യും, എർത്തിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ എർത്തിലേക്ക് മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ആ എ എന്ന് പറയുന്ന ബോഡി എന്തായിട്ട് മാറും? ഫുള്ളി പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറും. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡക്ഷൻ മെത്തേഡിൽ കൂടി നമ്മൾ എങ്ങനെയാ ചാർജ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബോഡിയെ ഇൻഡക്ഷൻ മെത്തേഡിൽ കൂടി ചാർജ് ചെയ്യണമെങ്കിൽ ഒരു ആ ബോഡിയുടെ സമീപത്തേക്ക് ചാർജ് ഉള്ള ഒരു ബോഡിയെ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ അൺചാർജ്ഡ് ബോഡിയുടെ നിയറർ എൻഡിൽ ഈ ചാർജ്ഡ് ബോഡിക്ക് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ചാർജ്ഡ് ബോഡിയുടെ ഓപ്പോസിറ്റ് ചാർജും ഫാർദർ എൻഡിൽ ഇതിന്റെ സെയിം ചാർജും ഡെവലപ്പ് ചെയ്യും. ഈ ഫാർദർ എൻഡിനെ നമ്മൾ എന്ത് ചെയ്യുക? എർത്ത് ചെയ്യുക. അപ്പൊ ഫാർദർ എൻഡ് എർത്ത് ചെയ്ത് കഴിയുമ്പോൾ എക്സസ് ആയിട്ടുണ്ടാകുന്ന ഇലക്ട്രോൺസ് എർത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ആ ബോഡി ഫുള്ളി പോസിറ്റീവായിട്ട് ചാർജ് ആവുകയും ചെയ്യും. അപ്പം ഒരു ബോഡിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഡക്ഷൻ മെത്തേഡിൽ കൂടി പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യുന്നു. ഇനി ഇതേ കേസിൽ തന്നെ നമുക്ക് നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യണം. നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ബി എന്ന് പറയുന്നതിനെ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആക്കുക. അപ്പം ഈ ബോഡിയെ എനിക്ക് നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യണം. എ എന്ന് പറയുന്ന ബോഡിയെ എനിക്ക് നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യണം. നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ബി എന്ന് പറയുന്ന ബോഡി എന്തായിരിക്കണം? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കണം. അങ്ങനെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ നിയർ എൻഡിൽ നെഗറ്റീവ് ചാർജും ഫാർദർ എൻഡിൽ പോസിറ്റീവ് ചാർജും ആവും.
അപ്പൊ ഫാർദർ എൻഡ് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഫാർദർ എൻഡ് എർത്ത് ചെയ്യുക. അപ്പൊ ഫാർദർ എൻഡ് എർത്ത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, എക്സസ് ആയിട്ട് മീൻസ് ഈ നിയർ എൻഡിൽ എന്ത് ചാർജ് ആണ്, നെഗറ്റീവ് ചാർജ്, ഫാർദർ എൻഡിൽ എന്ത് ചാർജ്, പോസിറ്റീവ് ചാർജ്. അപ്പൊ ഇവിടെ ഇലക്ട്രോൺസിന്റെ കുറവാണ്. അപ്പൊ എർത്തിൽ നിന്ന് ഇലക്ട്രോൺസ് ഈ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഈ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ്, അത്രയും ഇലക്ട്രോൺസിനെ കിട്ടിക്കഴിയുമ്പോഴത്തേന് ആ ബോഡി ഫുള്ളി എന്തായിട്ട് മാറും, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ 3 മെത്തേഡിൽ കൂടി ചാർജ് ചെയ്യാം. എന്തൊക്കെയാണ്, ഫ്രിക്ഷണൽ മെത്തേഡ്, കണ്ടക്ഷൻ മെത്തേഡ്, ഇൻഡക്ഷൻ മെത്തേഡ്. ഓക്കെ, അപ്പം മെത്തേഡ്സ് ഓഫ് ചാർജിങ് എന്ന് പറയുന്നത് 3 രീതിയാണ്. അതിൽ ഈ ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ പറഞ്ഞത് ഫ്രിക്ഷണൽ മെത്തേഡ്. ഫ്രിക്ഷണൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റിനെ മറ്റൊരു ഒബ്ജക്റ്റുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഒരാളിൽ നിന്ന് ഇലക്ട്രോൺസ് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ആർക്കാണോ ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടത് അയാൾക്ക് പോസിറ്റീവ് ചാർജും ആരാണോ ഇലക്ട്രോണിനെ നേടിയത് അയാൾക്ക് അവിടെ നെഗറ്റീവ് ചാർജും കിട്ടും. അപ്പൊ അടുത്ത രണ്ടാമത്തെ മെത്തേഡാണ് കണ്ടക്ഷൻ മെത്തേഡ്. കണ്ടക്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു ബോഡിയെ, ഒരു ചാർജ് ഉള്ള ഒരു ബോഡിയെ ചാർജ് ഇല്ലാത്ത ഒരു ബോഡിയുമായിട്ട് കോണ്ടാക്റ്റിൽ കൊണ്ടുവരണം. അങ്ങനെ കോണ്ടാക്റ്റിൽ കൊണ്ടുവരുമ്പോൾ ചാർജ് ഉള്ള ബോഡിയിൽ നിന്ന് ഇലക്ട്രോൺസ്, അതായത് എവിടെയാണോ ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ അയാളിൽ നിന്ന് ഇലക്ട്രോണുകൾ അടുത്ത ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ആർക്കാണോ ഇലക്ട്രോൺസിനെ അവിടെ എന്താ വെച്ചാൽ ആരാണോ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയത് അയാൾക്ക് അവിടെ എന്ത് ചാർജ് കിട്ടും, പോസിറ്റീവ് ചാർജും മറ്റേ ആൾക്ക് നെഗറ്റീവ് ചാർജും കിട്ടും. അത് പോസിറ്റീവ്, നമുക്ക് കണ്ടക്ഷൻ മെത്തേഡിൽ കൂടി ഒരു ബോഡിയെ പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയെ എന്ത് ചെയ്യുക, അൺചാർജ്ഡ് ബോഡിയുമായിട്ട് കോൺടാക്റ്റിൽ കൊണ്ടുവരിക. കണ്ടക്ഷൻ മെത്തേഡിൽ കൂടി ഒരു ബോഡിയെ നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയെ തന്നെ ആ അൺചാർജ്ഡ് ബോഡിയുമായിട്ട് കോൺടാക്റ്റിൽ കൊണ്ടുവരിക. അപ്പൊ ആ ഒരു മെത്തേഡിൽ കൂടി ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ കണ്ടക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ മെത്തേഡാണ് ഇൻഡക്ഷൻ മെത്തേഡ്. അതായത് ഒരു ബോഡിയെ ഇൻഡക്ഷൻ മെത്തേഡിൽ കൂടി ചാർജ് ചെയ്യണം, ഇൻഡ്യൂസ് ചെയ്യുകയാണ്. ഇൻഡ്യൂസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അതായത് ഏത് ചാർജാണോ നമുക്ക് ഡെവലപ്പ് ചെയ്യിക്കേണ്ടത് ആ ചാർജിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ചാർജ്ഡ് ബോഡിയെ ഈ അൺചാർജ്ഡ് ബോഡിയുടെ സമീപത്തേക്ക്, ബ്രോട്ട് നിയർ ടു ഇറ്റ്, അടുത്തേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഒരിക്കലും കോണ്ടാക്റ്റിൽ കൊണ്ടുവരേണ്ട, ബ്രോട്ട് നിയർ ടു ഇറ്റ്, അതിനോട് അടുത്ത് കൊണ്ടുവന്നാൽ മതി. അപ്പൊ അടുത്ത് കൊണ്ടുവരുമ്പോൾ എന്തോ സംഭവിക്കും, ഈ ബോഡിയുടെ നിയറർ എൻഡിൽ, അടുത്തിരിക്കുന്ന എൻഡിൽ എന്ത് ചാർജ്, ഓപ്പോസിറ്റ് ചാർജ്, നമ്മൾ കൊണ്ടുവന്ന ബോഡിക്കുള്ള ചാർജിന്റെ നേരെ ഓപ്പോസിറ്റ് ചാർജ് ഇതിന്റെ നിയറർ എൻഡിലും ഫാർദർ എൻഡിൽ എന്ത് ചാർജും കിട്ടും, സെയിം ചാർജും കിട്ടും. ഈ ഫാർദർ എൻഡിനെ നമ്മൾ എന്ത് ചെയ്യുക, എർത്ത് ചെയ്യുക. എർത്ത് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ അത് എർത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവാണെങ്കിൽ എർത്തിൽ നിന്ന് ഇലക്ട്രോണുകൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ആ ബോഡി നമുക്ക് ഫുള്ളി എന്ത് ചെയ്യാൻ പറ്റും, ചാർജ് ആക്കാൻ പറ്റും. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ വഴി നമുക്ക് ഒരു ബോഡിയെ പോസിറ്റീവായിട്ടും ചാർജ് ചെയ്യാം, നെഗറ്റീവായിട്ടും ചാർജ് ചെയ്യാം. അപ്പൊ പോസിറ്റീവായിട്ട് നമ്മൾ ചാർജ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയെ എയുമായിട്ട് കോണ്ടാക്റ്റിൽ, അതിനടുത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ്, എയുടെ നിയർ എൻഡിൽ പോസിറ്റീവ് ചാർജും ഫാർദർ എൻഡിൽ നെഗറ്റീവ് ചാർജും. ഈ ഫാർദർ എൻഡിനെ നമ്മൾ എർത്ത് ചെയ്യുന്നു. എർത്ത് ചെയ്യുമ്പോൾ എക്സസ് ആയിട്ടുള്ള ഇലക്ട്രോണുകൾ എർത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ആ ബോഡിയെ ഫുള്ളി നമുക്ക് പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യാം. ഇനി നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോസിറ്റീവ് ചാർജ്ഡ് ബോഡിയെ ഈ അൺചാർജ്ഡ് ബോഡിയുടെ അടുത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ നിയർ എൻഡിൽ എന്ത് ചാർജ് കിട്ടും, നെഗറ്റീവ് ചാർജ് കിട്ടും, ഫാർദർ എൻഡിൽ എന്ത് ചാർജ് ആകും, പോസിറ്റീവ് ചാർജ് ആകും. ഫാർദർ എൻഡിനെ നമ്മൾ എർത്ത് ചെയ്യുന്നു. എർത്ത് ചെയ്യുമ്പോൾ ഫാർദർ എൻഡിൽ ഇലക്ട്രോൺസിന്റെ കുറവാണ്. അപ്പൊ എർത്തിൽ നിന്ന് ഇലക്ട്രോണുകൾ ഫാർദർ എൻഡിലേക്ക് മൂവ് ചെയ്യുകയും ആ ബോഡി ഫുള്ളി എന്തായിട്ട് മാറും, നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ നമുക്ക് 3 മെത്തേഡിൽ കൂടി ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാർജ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു പേപ്പർ എന്ന് പറയുന്ന ഒരു ഇൻസുലേറ്റർ ആണ്. അപ്പൊ ഈ പേപ്പർ എന്ന് പറയുന്ന ഇൻസുലേറ്ററിന് നമ്മൾ പേന എന്ന് പറയുന്ന ആ ബോഡിയെ, പേനയെ നമ്മൾ റബ്ബ് ചെയ്ത് പേപ്പർ കഷ്ണത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോൾ പേപ്പർ കഷ്ണം പേനയെ അട്രാക്ട് ചെയ്യും. അപ്പൊ പേപ്പർ എന്ന് പറയുന്ന ഇൻസുലേറ്റർ ആണ്, എന്ന് വെച്ചാൽ ചാർജ് ഇല്ലാത്ത ഒരു ബോഡിയാണ്. ആ ചാർജ് ഇല്ലാത്ത ഈ പറയുന്ന പേപ്പർ ബിറ്റ്സ് ചാർജ് ഉള്ള എന്താണ്, പേനയെ അട്രാക്ട് ചെയ്തു. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ക്യാൻ എ ചാർജ്ഡ് ബോഡി ക്യാൻ അട്രാക്ട് ആൻ അൺചാർജ്ഡ് ബോഡി? ഒരു ചാർജ്ഡ് ബോഡിക്ക് ഒരു അൺചാർജ്ഡ് ബോഡി അട്രാക്ട് ചെയ്യാമോ? അപ്പൊ നമുക്കറിയാം, ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ബോഡിക്ക് നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു ബോഡി അട്രാക്ട് ചെയ്യാം, നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു ബോഡിക്ക് പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ബോഡി അട്രാക്ട് ചെയ്യാം. അപ്പൊ അവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്, ക്യാൻ എ ചാർജ്ഡ് ബോഡി അട്രാക്ട് ആൻ അൺചാർജ്ഡ് ബോഡി? ഒരു ചാർജ്ഡ് ബോഡിക്ക് ഒരു അൺചാർജ്ഡ് ബോഡിയെ അട്രാക്ട് ചെയ്യാമോ?
അട്രാക്ട് ചെയ്യാം. എങ്ങനെ? ഇൻഡക്ഷൻ മെത്തേഡിൽ കൂടി എന്ത് നടക്കും അവിടെ? അട്രാക്ട് ചെയ്യാം. ഇൻഡക്ഷൻ മെത്തേഡിൽ കൂടി നമ്മൾ എങ്ങനെ അട്രാക്ട് ചെയ്യുന്നേ? നമ്മളിപ്പോ ഈ പേനയെ റബ്ബ് ചെയ്ത് പേപ്പറിന് അടുക്കിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ പേന നമ്മൾ നല്ലപോലെ റബ്ബ് ചെയ്തപ്പോൾ പേനയ്ക്ക് ഒരു ചാർജ് കിട്ടും. ആ ചാർജ് ഉള്ള പേനയാണ് നമ്മൾ ഈ പറയുന്ന പേപ്പർ ബിറ്റ്സിന് അടുക്കിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ പേന എന്ന് പറയുമ്പോൾ ചാർജ് ഉള്ള ഒരു ബോഡിയാ, പേപ്പർ ബിറ്റ്സ് ചാർജ് ഇല്ലാത്ത ബോഡിയാ. അപ്പൊ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഇൻഡക്ഷൻ വഴി ഇതിന്റെ ഈ ബോഡിയുടെ ഓപ്പോസിറ്റ് ചാർജ് ആർക്ക് കിട്ടും? പേപ്പറിന് കിട്ടും. അപ്പൊ പേപ്പറിന് ഇയാളുടെ ഓപ്പോസിറ്റ് ചാർജ് ആയി, പേനയുടെ ഓപ്പോസിറ്റ് ചാർജ് പേപ്പറിനായി. സ്വാഭാവികമായിട്ടും ആ പേനയ്ക്ക് പേപ്പറിനെ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ചാർജ്ഡ് ബോഡിക്ക് ഒരു അൺചാർജ്ഡ് ബോഡിയെ അട്രാക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അട്രാക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഇൻഡക്ഷൻ മെത്തേഡിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ചാർജ്ഡ് ബോഡിയെ ഒരു അൺചാർജ്ഡ് ബോഡിക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ പറയുന്ന 3 മെത്തേഡിൽ കൂടിയാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുന്നത്? ചാർജ് ചെയ്യുന്നത്. ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ചാർജിങ് എന്ന് പറയുന്ന 3 മെത്തേഡുകളാണ്: ഫ്രിക്ഷണൽ മെത്തേഡ്, കണ്ടക്ഷൻ മെത്തേഡ്, ഇൻഡക്ഷൻ മെത്തേഡ്. ഓക്കെ, ഇനി ഈ ചാർജിന്റെ പ്രസൻസ് നമുക്ക് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ബോഡി ചാർജ്ഡായി അല്ലെങ്കിൽ ആ ബോഡിക്ക് ചാർജ് ഉണ്ടോ, ഈ ചാർജിന്റെ പ്രസൻസ് നമ്മൾ അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഇലക്ട്രോസ്കോപ്പ്. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയും. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ചാർജ്. ചാർജിന്റെ പ്രസൻസ് അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്? ഒരു ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റിൽ ഒരു ചെറിയ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. നമുക്ക് അതിന്റെ വർക്കിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും വേണ്ട. ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ഓർത്തിരുന്നാൽ മതി. എന്താണ്? ദ ഡിവൈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ചാർജ്. ചാർജിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ.